അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിൽ 2025 നടന്ന ദുറൂസുൽ ഇസ്ലാം 2 എന്ന് വെച്ചാൽ 11ാമത്തെ പാഠം മുതൽ 20ാമത്തെ പാഠം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. അതിലൊന്ന്, മുസ്ലിം ആയതിൻ്റെ പേരിൽ കടുത്ത പീഡനങ്ങളേറ്റ ഒരു സ്വഹാബി. ആൻസർ ബിലാൽ റളിയല്ലാഹു അൻഹു. 2, അല്ലാഹു തആല ഖിയാമത്ത് നാളിലേക്ക് നീട്ടിവെച്ച റഹ്മത്ത്. എത്രയാണത്? 99 റഹ്മത്ത്. ഇവിടെ ഒരു റഹ്മത്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ പഠിച്ചതാണ്. 3, ഹജ്ജത്തുൽ വദാ നടന്ന ഹിജറ വർഷം. ആൻസർ 10, ഹിജറ 10ാം വർഷം. 4, ഒരു മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ് അതിൻ്റെ വിസ്തൃതി. ഒരു മാസത്തെ സഞ്ചാര ദൈർഘ്യമാണ് അതിൻ്റെ വിസ്തൃതി. ഏതിൻ്റെ? ആൻസർ ഹൗദുൽ കൗസർ. 5, വമായുദരീക യൂനുസ് ബിൻ മത്ത. ഇത് ചോദിച്ചത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചില്ലേ? യൂനുസിനെ അത് ആരാ ചോദിച്ചത്? ആൻസർ അദ്ദാസ് ആണ് ചോദിച്ചത്. 6, എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആൻസർ എന്താ? അൽ ഖയ്യൂം. അതിൻ്റെ അർത്ഥമാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഇനി അടുത്ത് ചേരുമ്പടി ചേർക്കുക. 7, അദ്ദാസ്. എന്താ അദ്ദാസിനോട് ചോദിച്ചത്? ആൻസർ സി ആണ്. അന റജുലും മിൻ അഹ്ലി നീനവ. ഞാൻ നീനവ നാട്ടുകാരനാണെന്ന് അദ്ദാസ് പറഞ്ഞില്ലേ? ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആൻസർ എ, തിബ്ത ഹയ്യം വ മയ്യിത്ത. നബി തങ്ങളുടെ വഫാത്തിൻ്റെ ആ സമയത്ത് പറഞ്ഞതാണത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങ് ജീവിതത്തിലും വഫാത്തിലും എത്ര പരിശുദ്ധൻ. പിന്നെ 9, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആൻസർ ഡി ആണ്. വാ കർബ അബാ. അതും വഫാത്തുമായി ബന്ധപ്പെട്ടിട്ട് ഫാത്തിമ ബീവി പറഞ്ഞ സംഭവമാണത്. 10, ആയിഷ റളിയല്ലാഹു അൻഹ. ആൻസർ ഈ, സ്ത്രീ പുരുഷന്മാർ പരസ്പരം നോക്കില്ലേ. മശ്ശറയിലെ വിഷയം പറഞ്ഞപ്പോഴാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇനി 11, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആൻസർ ബി ആണ്. ഇദ്ഹബൂ അൻതുമുത്തുലഖാ. നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞില്ല, ആ സംഭവമാണത്. ഇദ്ഹബൂ അൻതുമുത്തുലഖാ. ഇനി പൂരിപ്പിക്കുക. 12, വിചാരണയ്ക്ക് ശേഷം ഡാഷ് മീസാനിൽ തൂക്കും. എന്ത്? അമലുകൾ മീസാനിൽ തൂക്കും. 13, ഹുദൈബിയ സന്ധി നടന്നത് ഹിജറ ഡാഷ് ആം വർഷമാണ്. ഹിജറ 6ാം വർഷമാണ്. 14, ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് ഡാഷ് ആണ്. ആർക്കാ? മാതാപിതാക്കൾക്ക് ആണ്. 15, ഹജ്ജത്തുൽ വദാഇൽ ഡാഷിൽ പരം സ്വഹാബികൾ പങ്കെടുത്തു. എത്ര? 6 ലക്ഷത്തിൽ പരം സ്വഹാബികൾ പങ്കെടുത്തു. 16, മഹ്ശറിലെ ഒരു ദിവസത്തിന് ഡാഷ് വർഷത്തിൻ്റെ ദൈർഘ്യമാണ്. എത്ര വർഷം? 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം. 17, അമ്പിയാക്കൾ ഡാഷ് ഇല്ലാതെ സ്വർഗത്തിൽ കടക്കും. എന്തില്ലാതെ? ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18, ഇസ്ലാമിൻ്റെ ജീവനും നെടുന്തൂണുമാണ് എന്ത്? ആൻസർ അറിവ്. 19, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസം ഏത്? ആൻസർ തിങ്കൾ. 20, ഫത്ഹ് മക്ക നടന്ന ഹിജറ വർഷം ഏത്? ആൻസർ ഹിജറ 8. 21, തൂങ്ങി ഉറക്കം എന്നതിൻ്റെ അറബി പദം. ആൻസർ സിന. സിനത്തും വലാനവും എന്ന് പറഞ്ഞില്ലേ? ആമന റസൂൽ ആയത്തിൽ കുർസിയിലേറ്റുള്ളതാണത്. പിന്നെ 22, ഏത് ഭരണാധികാരിക്ക് അർശിൻ്റെ തണൽ ലഭിക്കും? ഏത് ഭരണാധികാരിക്ക് അർശിൻ്റെ തണൽ ലഭിക്കും? ആൻസർ നീതിമാനായ ഭരണാധികാരിക്ക്. 23, ശർഈയായ ഇൽമ് പഠിക്കുന്നതിൻ്റെ വിധി എന്ത്? ആൻസർ നിർബന്ധം. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായെന്നറിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്ത്? ആൻസർ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അവനെ ഞാൻ കൊന്നുകളയും. 25, ഫത്ഹ് മക്ക ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളോട് ചോദിച്ചതെന്ത്? ആൻസർ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? 26, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ചൊല്ലി മുന്തിരി കഴിച്ചപ്പോൾ അദ്ദാസ് പറഞ്ഞതെന്ത്? ആൻസർ ഈ സംസാരം ഈ നാട്ടുകാരുടേതല്ലല്ലോ. 27, മഹ്ശറിൽ ആരും ആരെയും ഓർക്കാത്ത ഒരു അവസരം. ആൻസർ മീസാൻ കനം തൂങ്ങുമോ കുറയുമോ എന്ന് അറിയുന്നത് വരെ. 28, അനാഥകളെ സംരക്ഷിക്കുന്നവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ത്? ആൻസർ നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. 29, ദരിദ്രരായ മുഹാജിറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതെന്ത്? ദരിദ്രരായ മുഹാജിറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതെന്ത്? ആൻസർ 5 നേര നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ
എന്ന് 33 തവണ ചൊല്ലാൻ. 30 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നു എവിടെ? ആൻസർ മസ്ജിദുൻ നബവിയിലെ പച്ചക്കുബ്ബക്ക് താഴെ. ഇനി അടുത്ത് 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളതാണ് 31 ഇൽമിൻ്റെ മഹത്വം. അതാണ് എഴുതേണ്ടത്. അപ്പോൾ എന്താ ചെയ്താൽ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായതാണ് അറിവ്. ഇഹലോകത്ത് വിജയം നേടാൻ അറിവ് ആവശ്യമാണ്. പരലോകത്ത് വിജയിക്കാനും അറിവ് വേണം. അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധന ചെയ്യാനും അറിവ് വേണം. അറിവില്ലാതെ ഹലാലും ഹറാമും വേർതിരിച്ചറിയാൻ കഴിയില്ല. അപ്പോൾ ഈ രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൽ മലയാളത്തിലൊക്കെ എഴുതിയത് കാണാം. അത് ഫോണിൽ ചെയ്യുന്ന പ്രയാസം കൊണ്ടാണ്, അറബി മലയാളം എഴുതുന്നതിലുള്ള പ്രയാസം കൊണ്ടാണ് മലയാളത്തിൽ എഴുതിയിട്ടുള്ളത്. പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് അറബി മലയാളത്തിൽ എഴുതിയാൽ തന്നെ അത് പരിഗണിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഉന്നതമായ വിജയം കൈവരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.